ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ വീട്ടിലില്ലാതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കൽ നടക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ എന്താ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗമാവണേ. അച്ഛന് നല്ല ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു, ചുമയുമാണ്. നമുക്ക് തണുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. നല്ല ചുമയും ആയിരിക്കും. തലേ ദിവസം ഞാനിതാ ഷാമ്പു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷാമ്പു ചെയ്ത സമയത്ത് നമ്മൾ ഇതുപോലുള്ള കോംബോ ഉപയോഗിച്ചിട്ടായിരിക്കണം കേട്ടോ നമ്മൾ മുടിയിലേക്ക് ഇട്ട് കളയുന്നതും ചീകുന്നതൊക്കെ. അല്ലെങ്കിൽ നമ്മളെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. രണ്ടുപേരും ഓരോരോ കളിയിലായതുകൊണ്ടാണ് ഞാനിന്ന് മുടി ചീകുന്നതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് മുടി ചീകുവാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓരോരോ പരിപാടി ചെയ്യാനായിട്ടുണ്ടാവും. അമ്മ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കൊണ്ട് അമ്മ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ചായൻ്റെ കടി കഴിക്കാനായിട്ട് ഞാൻ പോവാണ്. പിന്നെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ പതുക്കെ ചെയ്യാമെന്ന് കരുതി. ഇന്നിനി പെട്ടെന്നാരും വിരുന്ന് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലുള്ള സമയത്താണ് കേട്ടോ കൂടുതലും വിരുന്ന് വരാനുള്ള സാധ്യത കൂടുതൽ. നമ്മളെ വീട് എപ്പോഴാണോ അലങ്കോലായിട്ട് കിടക്കുന്നത് അന്നായിരിക്കും വിരുന്ന് ആരെങ്കിലും ആയിട്ട് വരുന്നത്. കിച്ചൻ്റെ ഇപ്പം ഒരു പച്ച പുല്ല് വിരിച്ചിട്ടതുപോലെ കാണുന്നുണ്ടാവും. അതിപ്പം ഞാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഗ്രാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായി വാങ്ങി വെച്ചിട്ട് ഇതുവരെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിതാ കട്ട് ചെയ്തിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആലിക്കുട്ടി നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കച്ചു ഡാൻസ് ചെയ്ത് തിരക്കിലാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കൂടുതലും പാട്ട് കേട്ടോണ്ടെന്നറിയില്ല, എൻ്റെ രണ്ട് മക്കൾക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാട്ട് കേൾക്കുന്ന സമയത്ത് എപ്പോഴും അവൾ രണ്ടാളായാലും ആലിക്കുട്ടിയായാലും കച്ചു ആയാലും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. ഇതാ ഡാൻസ് കളിക്കുന്നൊരു തിരക്കിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അകമൊക്കെ ക്ലീൻ ചെയ്തിടാന്ന് കരുതി. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഡോറ് തുറന്നിടൽ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ. കച്ചുവിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ മുറ്റത്തേക്ക് ഇറങ്ങലായിട്ടുണ്ട്. ഇപ്പോൾ ഗേറ്റ് വെച്ചതുകൊണ്ട് റോഡിലേക്ക് പോവൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് ഒരു ഓട്ടമാണ്. ആരെങ്കിലും ഒരാൾ പുറത്ത് നിന്നിട്ട് മാത്രമാണ് അവളെ നമ്മൾ മുറ്റത്തേക്ക് ഇറക്കാറുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇപ്പം എൻ്റെ പിന്നാലെ തന്നെ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഭാഗം പിന്നെ അമ്മ വന്നിട്ട് അടിച്ച് വാരിയിടാന്ന് കരുതി ഞാനിതാ നേരെ റൂമിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. റൂമിൽ ഞങ്ങൾ എഴുന്നേറ്റത് കൊണ്ട് തന്നെ മൊത്തം അലങ്കലായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഈ ഏരിയയിൽ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അടവിന് കിട്ടും കേട്ടോ. ഒരു ചേട്ടൻ ബൈക്കിൽ കൊണ്ടുവരാറുണ്ട് ഒരുപാട് തുണികളൊക്കെ. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരു ബെഡ്ഷീറ്റാണ് ഇത് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, കോട്ടൺ ആണ്, നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. തൊട്ട് നോക്കിയാൽ പെട്ടെന്ന് കൈത്തറീൻ്റെ ആണെന്നേ വിചാരിക്കുള്ളൂ, അത്രയും നല്ല കട്ടിയുണ്ട് ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റ് വിരിച്ചിടുന്ന സമയത്ത് ഞാൻ കൂടുതലും ഈ രീതിയിൽ തന്നെയാണ് വിരിച്ചിടാറ്. എനിക്ക് ഇങ്ങനെ വിരിച്ചിടുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിരുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പില്ലൊക്കെ ഈ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. ഞാൻ ഈ ഒരു ഷീറ്റാണ് ആൻറ്റിക്കുട്ടിക്കും കച്ചുവിനും ഉപയോഗിക്കാറ് കേട്ടോ. രാത്രി ഈ ഷീറ്റാണ് ഞാൻ വിരിച്ചിടാറ്, യൂറിൻ പാസ് ചെയ്താലോ എന്ന് കരുതിയിട്ട് കേട്ടോ. ആൻറ്റിക്കുട്ടീൻ്റെ ഡെലിവറി കഴിഞ്ഞ് 6 മാസമായപ്പോൾ ഞാൻ വാങ്ങിച്ചൊരു ഷീറ്റാണ് കേട്ടോ. ഇതുവരെ ആയിട്ട് ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ തന്നെയാണ് ഉപയോഗിക്കാറ്. ഞാൻ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാതൊരു ദിവസമാണെങ്കിൽ ഇതുപോലെ മടക്കി പിന്നെ ഡെലിവറിയുടെ സമയത്ത് ഞാനൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഡെലിവറി കഴിഞ്ഞാൽ അധികം ആൾക്കാരുടെ കയ്യിലും ഉണ്ടാവും ഇതുപോലൊരു ബോക്സ്. അതിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്യാറ്. കച്ചു ആണെങ്കിലും രാത്രി സമയത്ത് മാത്രമേ യൂറിൻ പാസ് ചെയ്യാറുള്ളൂ കേട്ടോ, ഉറങ്ങുന്ന സമയത്ത്. അല്ലെങ്കിൽ ചില സമയത്ത് അവളെ യൂറിൻ പാസ് ചെയ്യാറുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസം വിരിക്കാറുണ്ട്, പക്ഷേ കഴുകിയിടാറില്ല കേട്ടോ. യൂറിൻ പാസ് ചെയ്ത ദിവസം മാത്രമേ കഴുകിയിടാറുള്ളൂ. കച്ചുവിനെ ഇടക്കിടക്കെ നോക്കിക്കൊണ്ടാണ് ഞാൻ അവരുടെ ജോലി ചെയ്യുന്നത് കേട്ടോ. കച്ചുവിനെ അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവൾ സ്റ്റെയർ കയറി അങ്ങ് മുകളിലെത്തും. അവിടെ ചെയർ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഡെയിലി കളിക്കുന്ന തിരക്കിലാണെങ്കിലും ഇടയ്ക്ക് അവൾ കച്ചു എന്തെങ്കിലും വികൃതി ഒപ്പിക്കുന്ന സമയത്ത് അവൾ എടുത്ത് പറയാറുണ്ട് കേട്ടോ. ചില സമയത്ത് മറന്നു പോവുകയും ചെയ്യും. ഇന്നത്തെ ക്ലീനിങ് വീഡിയോസ് ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ടായില്ല. ഈ ഒരു റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ.
വല്ലാണ്ട് അങ്ങ് ബോറടിപ്പിക്കണ്ടെന്ന് കരുതി. പിന്നീട് കച്ചു നല്ല കരച്ചിലായിരുന്നു ഉറക്കിനായിട്ട്. പിന്നെ ആളെ ഉറക്കിയിട്ട് ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർത്ത് അപ്പോഴേക്കും മാമി പാലിന് പോവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. മാമീൻ്റെ കയ്യിൽ കച്ചുവിനെയും കൊടുത്ത് കുറച്ച് നേരം ഫോൺ കുത്തി കേട്ടോ. പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോരോ തിരക്കിലായിരുന്നു, മക്കൾക്ക് രണ്ടാക്കും ഫുഡ് കൊടുക്കലും അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ അപ്പുറം ഞങ്ങൾ ഫ്ലവർ ഷോന് പോയിട്ടുണ്ടായിരുന്നു. തലേദിവസം അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റോഡ് പണി നടക്കുന്നത് കൊണ്ട് പകുതിക്ക് മാത്രമേ വണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഈ ഭാഗത്തുള്ള കുറച്ച് ആൾക്കാരെല്ലാം ഒരുമിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ടൗൺ വരെ നടരാജായിരിക്കുന്നതാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പകുതിക്ക് എത്തിയപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ടൗണിലേക്ക് നേരെ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങളിരുന്ന ഭാഗത്ത് കറക്റ്റ് സ്ഥലത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് കുറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് മാറിയിരുന്നിട്ടുണ്ടായിരുന്നേ. കച്ചു എഴുതാൻ നല്ല സന്തോഷത്തിലായിരുന്നു. എല്ലാവരും ഒരുമിച്ച് പോകുന്നത് കൊണ്ട് തന്നെ കണ്ണൂരെത്തുന്നത് വരെ ബസ്സിൽ വെച്ച പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ണൂരെത്തിയത് അറിഞ്ഞതേ ഉണ്ടായില്ല. ആലിക്കുട്ടി പിന്നെ ഡെയിലി പോകുന്നതുകൊണ്ട് ആലിക്കുട്ടീൻ്റെ മുഖത്ത് വലിയ അത്ഭുതമൊന്നും കാണാനുണ്ടായില്ലേ. കണ്ണൂരെത്തിയിട്ട് നോക്കുമ്പോൾ നല്ല നല്ല പൂക്കളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയ പൈസയേ ഉണ്ടായിരുന്നു, ഞങ്ങൾ വാങ്ങിച്ചൊന്നും ഉണ്ടായില്ലേ. അങ്ങനെ ഞങ്ങളിതാ ഫ്ലവർ ഷോ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ വൈകുന്നേരം ആയാലും മാത്രമേ തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യൂ. ഞങ്ങൾ അവിടെ 3 മണിയാകുമ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ആലിയുടെ സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആലി അങ്ങോട്ട് നല്ല വയലൻ്റ് ആയിരുന്നു. കയറിയ പാടെ ഇതാ ഈ രീതിയിലാണ് നമ്മൾ എത്തുന്നത്. ഒരുപാട് ചെടികൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്തവണ അത്ര അങ്ങ് എനിക്കിഷ്ടമായില്ല. ആദ്യത്തെയൊക്കെ ഒരുപാട് നല്ല ഭംഗിയിൽ അവർ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. മുന്നേയൊക്കെ പോയ സമയത്ത് ഇതിനേക്കാളും അടിപൊളിയായിട്ടാണ് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെടികളൊക്കെ വെച്ചിട്ട്. ഈ ഭാഗത്ത് ചെടിപ്രാന്തന്മാർ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ തവണയും ഞങ്ങൾ ഫ്ലവർ ഷോൻ്റെ ഇത് വന്നു കഴിഞ്ഞ് ഞങ്ങൾ പോവാറുണ്ട്. ആലിക്കുട്ടി ഒരു ഗ്യാപ്പിലൂടെ റൈഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങോട്ട് പോയാൽ മതി എന്നിട്ട് നല്ല വാശിയായിരുന്നേ. ചെടികൾ കട്ട് ചെയ്തിട്ട് അവിടെ വെൽക്കം എന്ന് മുന്നിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിത് ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കണ്ടത്. ഫോട്ടോസ് എടുക്കാനായിട്ട് ഇതുപോലെ 2 ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സൈഡിലായിട്ട്. അങ്ങനെ ആൻറ്റീനെയും നേതുനെയും പിടിച്ച് ഇരുത്തിയിട്ട് ഞാൻ 2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് അങ്ങോട്ട് ചെടി വാങ്ങേണ്ട ഏരിയ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മേൻ്റെ ഫ്രണ്ട്സും നേരെ കയറി ഓരോന്നിൻ്റെയും വിലയൊക്കെ ചോദിക്കുന്നതും വില വീഴ്ചതിൻ്റെയും ഒക്കെ തിരക്കിലായിരുന്നു. ഞാൻ ആൻറ്റീനെയും കൊണ്ട് പുറത്തേക്ക് മാറി നിന്നിട്ടുണ്ടായിരുന്നേ. ചെടികൾക്കൊക്കെ കുറച്ച് വില കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ റേറ്റ് നമുക്കറിയില്ലല്ലോ. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, അമ്മമ്മ മരിച്ചതുകൊണ്ട്. ഇത്തവണയാണ് പിന്നെ ഞങ്ങൾ പോയത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ എത്തി റേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ വാങ്ങിക്കാൻ പോയില്ല. ഞാൻ കരുതി പിന്നീട് വാങ്ങിക്കാമെന്ന്. ഇൻഡോർ പ്ലാന്റ്സ് ഞങ്ങൾ ചോദിച്ചതിൽ കുറച്ച് മീഡിയം സൈസിലുള്ളതാണ് ഉള്ളത്. അതുകൊണ്ട് അതിന് അത്യാവശ്യം വിലയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിക്കാൻ പോയില്ല. പിന്നെ അമ്മയോട് വാങ്ങിക്കാനായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായില്ല. കച്ചു കുറച്ച് വലുതായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ. ഇപ്പോൾ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അതും വലിച്ചുകൊണ്ട് നടക്കും. അതിനേക്കാളും നല്ലത് അവൾ കുറച്ച് വലുതായിട്ട് വാങ്ങിക്കുന്നതാണ്. ആലിക്കുട്ടി നല്ല പ്രശ്നമാക്കിയപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലുള്ള ഫാൻ എടുത്തിട്ട് അവളെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. കുറച്ച് നാൾ മുന്നേ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് വലിയ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ചെടിയുടെ സെക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ പോയത് ഞങ്ങൾ മണ്ണിൻ്റെ പാത്രങ്ങളും അതുപോലെ തന്നെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പല പല സാധനങ്ങളും ഭാഗത്തോട്ടാണ്. അവിടുന്ന് ഞാനൊരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരടക്കുന്ന ടൈപ്പാണ്, മൂടിയൊക്കെ വരുന്നത്. പിന്നീട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ചെടിച്ചട്ടി ഉണ്ടല്ലോ, ചെടിച്ചട്ടിയൊക്കെ വാങ്ങുന്ന ഭാഗത്തോട്ട് പോയി. 100 രൂപക്ക് 4 ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മ. 4 എന്നല്ല, പിന്നെ കുറച്ച് വലിപ്പം കൂടുതലുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മക്ക് പിന്നെ അതിൻ്റെ ചെടിയിലോട്ട് കുറച്ച് കമ്പം കൂടുതലായിട്ട് അമ്മ ചെടിയുടെ സാധനങ്ങളാണ് കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കഴിക്കാനായിട്ട് അവിടുന്ന് കോളിഫ്ലവറൊക്കെ പൊരിച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു. റൈഡ് ആലിക്കുട്ടിയുടെ ഇത് കണ്ടപ്പോൾ മുതലേ കരച്ചിലായിരുന്നു. 50 രൂപയാണ് ഇതിലോട്ട് കയറാനായിട്ട്. അതായത് നമ്മൾ കൈവച്ചിട്ട് വേണം ഇതിങ്ങനെ കറക്കാനായിട്ട് കേട്ടോ. 2 വട്ടം കറക്കി. പിന്നെ ചേച്ചി അങ്ങോട്ട് പോയി, കറക്കുന്ന ചേച്ചി അങ്ങോട്ട് പോയി. പിന്നെ ഞാനും നേതുവാണ് ഇരുന്ന് കറക്കിയത് കേട്ടോ. നമ്മൾ തന്നെ കറക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച്
സമയം കൂടുതൽ കുട്ടീനെ കറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നീതുമാണ് ദൈ കറക്കുന്നത്. പിന്നെ ചേച്ചി വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നിട്ട് കറക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ് കുറച്ച് സമയം കൂടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടുതൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കച്ചുവിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. കച്ചു അതൊക്കെ പൊരിച്ച് കൈമിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അധികം ലേറ്റ് ആവാണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ. കമൻറ്റ് ചെയ്യാനും വിട്ടുപോലെ. ടാറ്റാ ബൈ, സീ യു.